ഇവിടെ ഒരു അടുക്കളക്കാരിയെ കാണാനില്ലെന്നും പറഞ്ഞ് ആളുകളൊക്കെ ഓടി നടക്കുക. അതിനിടയിൽ അവക്കങ്ങ് ഉറങ്ങിക്കോളാൻ വയ്യ, ശൂലം പിടിച്ചവള്. അയ്യോ എന്റെ ആന്റി, ഇന്ന് വേണ്ട നമ്മൾ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ. ഇതിനേക്കാൾ സമാധാനം ഇനി എന്ന് കിട്ടാനാ? സമാധാനോ? എന്ത് സമാധാനം? നിനക്കെന്താ ഭ്രാന്തായോ? ഭ്രാന്തൊന്നും ഇല്ല. നമ്മൾ ആ കല്യാണിയെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടാൻ എന്തൊക്കെ പരിപാടികൾ നോക്കിയതാ, ഒന്നും വർക്കൗട്ട് ആയില്ലല്ലോ. ഇപ്പോ ദേ അവള് തനിയെ പോയി കിട്ടിയിരിക്കുന്നു. അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? ആ സമയത്ത് ആന്റി എന്തിനാ ഇങ്ങനെ വെറുതെ കൺഫ്യൂഷൻ ആവുന്നത്? അവള് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാനുള്ള ടെൻഷൻ കൊണ്ടാണോ ഈ മാരത്തോൺ നടത്തം? അവളെ ഇങ്ങനെ കാണാതാകുന്നതും തിരിച്ചു വരുന്നതും ഒന്നും ഒരു പുതുമയല്ല. നീ ഈ വീട്ടിൽ കാലുകുത്തും മുമ്പ് അവൾ ഇവിടുന്ന് പോക്കുവരവ് നടത്തിയിട്ടുള്ളതാ. സത്യം പറഞ്ഞ ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വല്ല റാക്കറ്റും അവളെ തട്ടിക്കൊണ്ടു പോയതായിരിക്കുന്ന എന്റെ സംശയം. എങ്കിൽ അവരവളെ നാട് കടത്തിയിട്ടുണ്ടാകുന്ന ഉറപ്പാ. ഈശ്വര, അങ്ങനൊന്നും സംഭവിക്കല്ലേ. ഞാൻ അവളെ കാണിച്ച് അഡ്വാൻസ് വാങ്ങിച്ചിരിക്കുക. അതിന്റെ ഇടയിൽ അങ്ങനെങ്ങാണ് സംഭവിച്ച എന്റെ കഥ കഴിയും. ഒന്ന് കളയോമാര്. അപ്പോ കല്യാണി ആരൊക്കെയോ സംഘം ചേർന്ന് നാട് കടത്തിയിട്ടുണ്ടാവുന്നാണ് ആന്റി പറയുന്നേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അവൾ ഇവിടുന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്നായി എന്റെ ആഗ്രഹം. നിങ്ങൾ രണ്ടാളും കല്യാണിയെ കുറിച്ച് പറഞ്ഞതല്ല ഞാൻ കേട്ടു. എനിക്ക് കല്യാണി വേണമെന്ന് ഞാൻ നിങ്ങൾ രണ്ടുപേരോടും പല പ്രാവശ്യം പറഞ്ഞതാ. എന്നിട്ടും നിങ്ങൾ അവളെ ഇല്ലാതാക്കാനാ ശ്രമിക്കുന്നത്. ഇന്നത്തോടെ നിർത്തിക്കോണം, അല്ലെങ്കിൽ... അയ്യോ ചന്ദ്രേട്ടാ, ഞങ്ങള് പറഞ്ഞതേ കല്യാണി ഏതോ ആപത്തിലാണെന്നാ. വിശദീകരണമൊന്നും വേണമെന്നില്ല, ഞാൻ കേട്ടു. എന്തായാലും നിങ്ങൾ വിചാരിക്കുന്നത് പോലൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. കല്യാണി തിരിച്ചു വരും. ഞാൻ അവളെ കല്യാണം കഴിച്ച് മുംബൈക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. ഇത് നടന്നില്ലെങ്കിൽ ചന്ദ്രൻ കളിക്കാൻ പോകുന്നത് ഇനി തീ കൊണ്ടുള്ളൊരു കളിയാ. ഈ തൃച്ചംബരം വെന്തെരിയുന്ന തീ കൊണ്ടുള്ളൊരു കളി. അതിൽ വെന്ത് ചാമ്പലാവാതിരിക്കാൻ സ്വന്തം തടി രക്ഷിക്കാൻ നോക്കിക്കോ രണ്ടാളും. ശരി, തിരയുമ്പോ പ്രത്യേകിച്ച് ബീച്ചിലും കായലിലും കുളത്തിലും പുഴയുള്ളിടത്തും ഒക്കെ കല്യാണിയെ ഒന്ന് അന്വേഷിക്കണം. എനിക്കിപ്പോ ഇളയച്ചൻ പറഞ്ഞതുപോലെ കല്യാണിക്ക് വെള്ളത്തിൽ എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലൊരു തോന്നൽ. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? കാര്യമുണ്ട് ആനന്ദേ. മനസ്സിനൊരു സമാധാനം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോ തീർത്ഥജലത്തിൽ ഒരു ദുശകനം കണ്ടു. അതാ അമ്മയ്ക്കിപ്പോ അങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം. പ്രത്യക്ഷ ലോക നിർമ്മിതമായ പഞ്ചഭൂതങ്ങളിൽ ഒന്നുകൊണ്ടാകും മരണം സംഭവിക്കുക. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. അതിൽ ശീത സ്വഭാവമുള്ള ജലത്തെ വേണം കൂടുതൽ സൂക്ഷിക്കാൻ. എത്ര ശ്രമിച്ചിട്ടും കല്യാണി കണ്ടുപിടിക്കാൻ പറ്റില്ല. കല്യാണി പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ തിരക്കിയതാ. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ദൈവമേ, എന്റെ മോള്. എന്റെ ഈശ്വരാ, ഇതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നതേ ഇളയച്ചൻ പറഞ്ഞത് അതേപോലെ ഫലിക്കും. തൃച്ചംബരത്തൊരു അപമൃത്യു. ഒരു കന്യകയുടെ ഡെഡ് ബോഡി ഇനി ഈ ഹാളിൽ വെള്ള പുതപ്പിച്ച് കിടത്താം. വിലാസിനി, വെള്ള പുതപ്പിച്ച് കിടത്താൻ പോകുന്നത് കല്യാണിയെയല്ല, നിന്നെയാ. രണ്ടു മക്കളെ പ്രസവിച്ചിട്ടും മനുഷ്യരോട് അല്പം പോലും ദയ കാണിക്കാത്ത നിന്നെ. അയ്യോ ആന്റി, കൊല്ലല്ലേ ആന്റി, വിടൂ ആന്റി. ഇവിടെ ഒരുത്തിയുടെ ശബ്ദം കേൾക്കരുത്. ഇറങ്ങിപ്പോടി, പോകാൻ. അഖിലേ, റിലാക്സ്. നീ എന്താ ഇങ്ങനെ? എങ്ങനെ റിലാക്സ് ചെയ്യും കൃഷ്ണേട്ടാ? എങ്ങനെ? തലയാകെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാ. അതിന്റെ ഇടയിൽ ഇവൾ. അഖിലേ, വാ, നീ ഇവിടെ ഇരിക്കും.
ബ്രോ കല്യാണിയെ കുറിച്ച് എന്തെങ്കിലും? ഇല്ല. അമ്മേ, ഇനി ഈ സിറ്റിയിൽ തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും മാർക്കറ്റുകളും അമ്പലങ്ങളും അങ്ങനെ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും തിരക്കി. പക്ഷേ നമ്മളോടുള്ള പക തീർക്കാൻ കല്യാണിയെ തട്ടിക്കൊണ്ടുപോയത് താനാണെന്ന് പ്രിയങ്ക പറയുന്നു. അവളെ ജയിലിൽ അയച്ചതിന് പകരം ഈ കുടുംബത്തെ ഒന്നാകെ ജയിലിൽ അയക്കുമെന്ന് അവൾ വെല്ലുവിളിച്ചതാ. അതിനുള്ള തുറുപ്പ് ചീട്ട കല്യാണിയെന്ന്. ബ്രോ അതൊക്കെ അവളുടെ വെറും ജാട വർത്താനാ, ഒരു കാലത്ത് നടക്കാത്ത സ്വപ്നം. അങ്ങനല്ല രവിന്ദ, അവൾ എന്തോ ചതി ഒരുക്കിയിട്ടുണ്ടെന്ന് തീർച്ചയാ. കല്യാണിയെ ദയവ് ചെയ്ത് എനിക്ക് വിട്ടുതാന്ന് ഞാൻ പറഞ്ഞപ്പോ അവൾ ഉറപ്പിച്ച് പറഞ്ഞത് മറ്റു ചില കാര്യങ്ങളാ. ആദ്യം വേണ്ടത് നമ്മൾ ഈ കോമ്പൗണ്ടിൽ അന്വേഷിക്കുകയാണ്. അതെ സാർ. ആദ്യം തൃച്ചംബരത്തൊന്ന് തരട്ടെ. അരവിന്ദ് വാ. ശരി ബ്രോ. നന്ദന വാ. ആനന്ദ്, ഇല്ലമ്മേ, കല്യാണി ഈ കോമ്പൗണ്ടിൽ ഒരിടത്തുമില്ല. ഞാൻ അമ്മയ്ക്ക് തന്ന വാക്ക് തെറ്റിച്ചു. എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലമ്മേ. കല്യാണി, കല്യാണി കണ്ണു തുറക്ക്. നിന്റെ വലിയ കുഞ്ഞെ വിളിക്കുന്നു. കല്യാണി, ചതിക്കരുത് നീ എന്നെ, പ്ലീസ്. അഖിലാണ്ടേശ്വരിയും മക്കളെയും കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്നത് ലൈവായിട്ട് എനിക്ക് കാണുമായിരുന്നു. അന്ന് ഈ ജന്മത്തിൽ എനിക്ക് മോക്ഷം കിട്ടും. മോക്ഷം തേങ്ങ കൊലയാണ്. അതൊക്കെ കാണണമെങ്കിലേ തൽക്കാലം നീ പോയി കിടന്ന് നല്ലതുപോലെ ഉറങ്ങ്. അപ്പൊ ചിലപ്പോഴേ മനസ്സിൽ ആഗ്രഹിച്ചതൊക്കെ സ്വപ്നത്തിൽ കാണാൻ പറ്റും. വാട്ട്? സ്വപ്നത്തിൽ കാണാനോ? എന്താ ആന്റി പറയുന്നൊക്കെ? അപ്പോ തൃച്ചംബരത്തൊന്നും സംഭവിച്ചില്ലെന്നാണോ? ഒന്നും സംഭവിച്ചില്ല, ഒരു പുണ്ണാക്കും. നീ പറയുന്ന പോലൊക്കെ നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ നിന്നേക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. 7 സ്വർഗം കിട്ടിയ സന്തോഷം. അതൊന്നും നടന്നില്ല ഇവിടെ. നീ കൊല്ലാൻ നോക്കിയ കല്യാണിക്ക് ആനന്ദ് വീണ്ടും രക്ഷകനായി. ബോധം കെട്ട് കിടക്കുന്ന കല്യാണിയെ ഇപ്പൊ അകത്ത് ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ലക്ഷണം കണ്ടിട്ട് അവള് രക്ഷപ്പെടുന്ന കോള. പ്രിയങ്ക,
കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നീ നെഞ്ചുറപ്പുള്ള ആണിന്റെ ഒരടി താങ്ങാനുള്ള കേൾപ്പില്ല നിനക്ക്. നീ എന്താ കരുതിയത്? കൈയും വായും വലിച്ചു കെട്ടി തൃച്ചംബരത്തെ വാട്ടർ ടാങ്കിൽ കല്യാണിയെ മുക്കിയ അവൾ അതിനകത്ത് കിടന്ന് മരിക്കുമെന്നോ? ആ മരണത്തിന്റെ ഉത്തരവാദിത്വം തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെയും കുടുംബത്തിന്റെയും തലയിൽ കെട്ടിവെച്ച് ഞങ്ങളെയൊക്കെ ജയിലിൽ അടയ്ക്കാന്നോ? തെറ്റിപ്പോയി നിനക്ക്. വക്രബുദ്ധിയിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച അതിൽ കുടുങ്ങുന്നവരല്ല തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയും ആ രക്തത്തിൽ പിറന്ന ആൺമക്കളും. എടി, വെല്ലുവിളിക്കുമ്പോൾ അത് തോൽക്കാൻ മനസ്സിലാത്തവരോടാവരുത്. വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് തന്നെ നിന്നെ പട്ടടയിലേക്ക് എടുക്കേണ്ടി വരുമായിരുന്നു നാഗമടത്തുകാർക്ക്. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി മതി, നിർത്തിക്കൊള്ളണം. വേണമെങ്കിൽ ഈ നിമിഷം നിന്നെ എനിക്ക് ജയിലിലാക്കാം, കല്യാണിയുടെ മൊഴി ഉൾപ്പെടെ എല്ലാ തെളിവുകളോടും കൂടി. പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം നമ്മൾ ഇതുവരെ പരസ്പരം കളിച്ച എല്ലാ കളിയും നിയമത്തിന്റെ വെളിപ്പുറത്ത് വെച്ചായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ മതി. അതുകൊണ്ട് നീ ചെയ്ത ചെറ്റത്തരത്തിനുള്ള ശിക്ഷ ഞാൻ തന്നെ വിധിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട് കല്യാണി? കുഴപ്പമൊന്നുമില്ല മാഡം. നിനക്കൊന്നും സംഭവിക്കില്ല കല്യാണി. എനിക്കറിയാം മാഡം. എന്റെ മാഡം എനിക്ക് തന്ന വരം നിറവേറുന്നതുവരെ എനിക്കൊന്നും സംഭവിക്കില്ല. നിനക്കെന്തെങ്കിലും സംഭവിച്ച അമ്മയുടെ വരം നിറവേറ്റാനാവില്ലെന്നുള്ള അർത്ഥത്തിലായിരിക്കും ആനന്ദ് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ അത് ഉറപ്പായി എനിക്ക്. എല്ലാം മാറിയില്ലേ കല്യാണി? ആ പ്രിയങ്കയുടെ വേണ്ട, ഒന്നും ഓർക്കണ്ട. നടന്നതെല്ലാം ഞാൻ അറിഞ്ഞു. ഒരാഴ്ച സമയം തരും. അതിനു മുമ്പ് ഈ നാട് വിട്ട് പൊയ്ക്കോളണമെന്ന് വാണിംഗ് കൊടുത്തു അവൾക്ക്. നന്നായി. അവൾ ഒരിക്കലും നന്നാവുന്ന ഒരു ജന്മം അല്ല. നാട് കടത്തണം അവളെ. വെറുതെ നാട് കടത്തിയാ പോരാ, അവള് പെണ്ണാണെന്ന് പോലും നോക്കാതെ അവളെ കയ്യും കാലും വെട്ടിയെടുക്കണം. വീൽ ചെയറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവള് ചെയ്ത പാപങ്ങളെ കുറിച്ച് അവൾ ഓർക്കൂ. അതെ അതെ, കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് തന്നെയായിരുന്നു അവളുടെ അവസ്ഥ. ആനന്ദ്, നീ ഏതായാലും ആ സമയത്ത് വാട്ടർ ടാങ്കിൽ പോയി നോക്കിയില്ലായിരുന്നെങ്കിൽ കല്യാണിയെ രക്ഷപ്പെടുത്താൻ കഴിയാതെ വന്നേനെ. നീ രക്ഷിച്ചത് കല്യാണിയുടെ ജീവിതം മാത്രമല്ല, എന്റെ ജീവിതം കൂടിയാ. കല്യാണിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ അവൾക്ക് കൊടുത്ത വരം പാലിക്കാനാവാതെ എനിക്ക് മരണത്തിലേക്ക് സ്വയം ഇറങ്ങിത്തിരിക്കേണ്ടി വരുമായിരുന്നു. ഉറപ്പായിട്ടും അമ്മ പിന്നെ ജീവിച്ചിരിക്കില്ലായിരുന്നു. എന്തൊക്കെയാ നീ പറയണേ? വല്യുഞ്ഞിന് എന്ത് പറ്റിയെന്നാ? എന്ത് പറ്റിയെന്നോ? ചേച്ചിയെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോ വല്യുഞ്ഞ് ആകെ തളർന്നുപോയി. എന്നെക്കാളും അച്ഛനെക്കാളും ഇവിടെയുള്ള ആരെക്കാളും സങ്കടം വല്യുഞ്ഞിനായിരുന്നു. അതറിയാമോ ചേച്ചിക്ക്? നാട് മുഴുവൻ തേടി അലങ്ങിട്ട് ചേച്ചിയെ കണ്ടെത്താനാകാതെ വല്യുഞ്ഞി തിരിച്ചു വന്നപ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് കാണണമായിരുന്നു ചേച്ചി. ആകെ തളർന്നൊരു ഭ്രാന്തനെ പോലെ കഷ്ടം തോന്നി. അല്ലെങ്കിൽ തന്നെ ജീവൻ തിരിച്ചു കിട്ടിയപ്പോ ചേച്ചി നന്ദിയോടല്ലേ ഈ കാണിക്കുന്നേ? ആ വാട്ടർ ടാങ്കില് വെള്ളത്തിൽ കിടന്ന് മരിക്കാതെ ചേച്ചിയെ രക്ഷിച്ചോട്ട് വന്നിട്ട് കണ്ണു തുറക്ക് കല്യാണി, നീ ഇല്ലെങ്കിൽ ഞാനും ജീവനോടില്ലെന്ന് വല്യുഞ്ഞി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു. പക്ഷെ ചേച്ചിക്ക് ബോധം വീണപ്പോ അഖിലമ്മേടത്തോട് ചേച്ചി എന്താ പറഞ്ഞത്? സ്വന്തം കല്യാണം നടക്കുന്നവരെ എനിക്കൊന്നും പറ്റില്ലെന്നല്ലേ? കഷ്ടം. ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെ ആയിപ്പോയെ? ആ പാവം വല്യുങ്ങിനെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിരുന്നെങ്കിൽ ചേച്ചി എങ്ങനെ പറയുമായിരുന്നോ?
കണ്ടില്ലേ ചേച്ചി, ഈ കല്യാണം ഉറപ്പായിട്ട് നടക്കുമെന്ന് അമ്മ പറഞ്ഞതാ. കല്യാണി, സുജാതജി, അയ്യോ കല്യാണി, നീ എന്താ ഇവിടെ? നിന്നോട് കല്യാണം കഴിയുന്നവരെ ഇവിടെ വരരുതെന്നല്ലേ മാഡം പറഞ്ഞിരിക്കുന്നേ? പിന്നെ എന്തിനാ കല്യാണി? എനിക്ക് പേടിയാവുന്നല്ലോ. ചേച്ചി പതുക്കെ. നിന്നെ ഇവിടെ വെച്ച് മാഡം കണ്ട തീർന്നു. അറിയാലോ, നീ മരിക്കാൻ കിടന്നതും രക്ഷപ്പെട്ടതും അപ്പോഴത്തെ സെന്റിമെന്റ്സ് ഒക്കെ കഴിഞ്ഞതാ. മാഡം പക്ഷെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറില്ല. അറിയാം ചേച്ചി, അറിയാം. പക്ഷേ ചേച്ചി എങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. എന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ വല്യുഞ്ഞ്. അപ്പൊ ഒരു നന്ദി വാക്കെങ്കിലും ഞാൻ നേരിട്ട് പറയണ്ടേ ചേച്ചി? അതിനാ ഞാൻ. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ചേച്ചി പേടിക്കണ്ട, ആരും അറിയാൻ പോകുന്നില്ല. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? പൂജാമുറിയിലേക്ക് കയറിയിട്ട് അഖിലമ്മയുടെ ഹാളിലേക്ക് വരാൻ കുറച്ച് താമസിക്കും. ഞാൻ അതിനു മുമ്പ് വല്യുഞ്ഞിനെ കണ്ടിട്ട് നന്ദി പറഞ്ഞിട്ട് പോയിക്കോളാം. ആനന്ദ് സാർ പുറത്തോട്ടെങ്ങാനും വരുമ്പോ നന്ദി പറഞ്ഞ പോരെ കല്യാണി? ആ വിലാസിനി മാഡത്തിന്റെ മുമ്പിലെങ്ങാനും ചെന്നുപെട്ട നിന്റെ കാര്യം പോക്കാം. അറിയാം ചേച്ചി, ഞാൻ ആരും കാണാതെ പതുക്കെ അങ്ങ് വല്യുഞ്ഞിനെ കണ്ടിട്ട് തിരികെ പോയിക്കോളാം. ശരി ശരി, സൂക്ഷിച്ചു വേണം, ആരുടെയും കണ്ണിപ്പെടരുതേ. ശരി ചേച്ചി. എന്ത് പറ്റി കല്യാണി? മാഡം വരുന്നു. അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കല്യാണി. കൃഷ്ണേട്ടാ, കല്യാണി ഇനി മുതൽ നമ്മുടെ സംരക്ഷണത്തിൽ നിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നീ പറയുന്നതിലും കാര്യമുണ്ട്. ഇനി അവൾ കല്യാണിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അവളുടെ ജന്മം. ചേച്ചി, മാഡം പോയോ? നീ അവിടെ തന്നെ നിന്നാ മതി. സുജാത, സുജാത, ഇത്രയും വിളിച്ചിട്ടും കേൾക്കാതെ സുജാത അവിടെ എന്ത് ചെയ്യാ? സുജാതെ, ചേച്ചി വിളിക്കുന്നത് കേക്കാൻ വയ്യേ? ദാ വരുന്നു മാഡം. ആ മാഡം, നീ ഔട്ട് ഹൗസിൽ ചെന്ന് കല്യാണിയെ വിളിച്ചോണ്ടോ. എന്താടി നിനക്ക് ആകെ ഒരു പരിഭ്രമം പോലെ? എന്താ ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ? അതോ ഔട്ട് ഹൗസിലേക്കുള്ള വഴി മറന്നുപോയോ നീ? ഞാൻ പോയി വിളിച്ചിട്ട് വരാം മാഡം. നിനക്കെന്തോ കുഴപ്പമുണ്ടല്ലോ. ആ ആനന്ദ്, പറയമ്മേ. കല്യാണി ഔട്ട് ഹൗസിൽ താമസിക്കുന്നത് അവളുടെ ജീവൻ ആപത്ത് വരുത്തി വെക്കുമോ എന്നൊരു സംശയം. മാത്രമല്ല, പ്രിയങ്ക പല പ്രാവശ്യം ഗുണ്ടകളെ വെച്ച് കല്യാണിയെ കൊല്ലാൻ ശ്രമിച്ചത് നിനക്കും അറിയാലോ. അതുകൊണ്ട് കല്യാണിയുടെയും ചന്ദ്രന്റെയും കല്യാണം കഴിയുന്നതുവരെ കല്യാണി ഇവിടെ താമസിക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കല്യാണിക്ക് ഒരാപത്തും വരാതെ നോക്കേണ്ടത് നിന്റെയും കൂടി കടമയാ. ശരിയമ്മ. കൊള്ളാം. കോഴിക്കോട്ടിന്റെ താക്കോൽ കുറുക്കന്റെ കയ്യിൽ തന്നെ കൊടുക്കണം. നിന്റെ അമ്മ കല്യാണിക്ക് കൊടുത്ത വരം നിറവേറ്റേണ്ടത് നിന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. ശരിയാ സാർ.
അടുത്ത ആഴ്ച രാജസ്ഥാനിലെ ഒരു ലെതർ കമ്പനിയുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. നീ പോണം. അതച്ചാ അരവിന്ദ് അല്ല, നീ തന്നെ പോകണം. കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തുവരികയാണെങ്കിൽ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ശരി അമ്മേ, പോവാം. ആ, ഇളയച്ചൻ പറഞ്ഞ ചില പൂജകൾ ചെയ്യാനുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. ശരി അമ്മേ. നിന്റെ അച്ഛനും അമ്മയ്ക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ആ അടുക്കളക്കാരിയെ ജയന്തിയുടെ മുറിയിൽ താമസിപ്പിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഏതായാലും നീ അവളുടെ കാര്യമൊന്നും നോക്കാൻ പോണ്ട. അതിന് ഞാനും ജയന്തിയൊക്കെ ഇവിടെയുണ്ട്. പറഞ്ഞത് മനസ്സിലായല്ലോ? ഇല്ല സുബ്രു, ആ വിശ്വാസങ്ങളൊക്കെ എന്നെ വിട്ടുപോയി. ഇനിയും അവൾ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് വിശ്വസിച്ച ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബഫൂണായിരിക്കും. അങ്ങനെയൊക്കെ അങ്ങ് തീരുമാനിച്ചുറപ്പിക്കുക. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ആദ്യം അത് പറ. ഉണ്ടായതൊന്നും പറയണ്ട. ഇന്നിപ്പോ ഔട്ട് ഹൗസിൽ സുരക്ഷിതല്ലെന്നും പറഞ്ഞിട്ട് അമ്മ കല്യാണിയോട് തൃച്ചംബരത്ത് വന്ന് താമസിക്കാൻ പറഞ്ഞിരിക്കുക. അത് കൊള്ളാലോ. അതിനിപ്പോ എന്താ പ്രശ്നം? കുഴപ്പമുണ്ട്. ഈ കല്യാണം കഴിയുന്നത് വരെ കല്യാണി ഇവിടെ തന്നെ ആയിരിക്കും താമസം. അത് കൊള്ളാം. അത് സന്തോഷകരമായ കാര്യമല്ലേ? ഒന്നുമില്ലെങ്കിലും നീയും കല്യാണിയും ഒരു വീട്ടിലായില്ലടാ. അങ്ങനെ അടുത്തടുത്ത് പിന്നെ 2 ഹൃദയങ്ങളും നാളെ ഒന്നാൻ പോവല്ലേ? ബി ഹാപ്പി മച്ചു. ഇത് ട്രീറ്റ് നടത്തേണ്ട കേസല്ലേ? പറഞ്ഞു തീർന്നില്ലല്ലോ. അത് ഞാനൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. അത് മുഴുവൻ കേൾക്ക്. അതിനുശേഷം തീരുമാനിക്കാം സന്തോഷം തരുന്ന കാര്യമാണോ സങ്കടം തരുന്ന കാര്യമാണോ എന്ന്. എന്നാ പറ ബ്രോ. അമ്മ എന്നെ വിളിച്ചിട്ട് കല്യാണം നടക്കുന്നത് വരെ കല്യാണി ഇവിടെയാണ് തങ്ങാൻ പോകുന്നതെന്നും ഈ കല്യാണത്തിന് ഒരു തടസ്സവും വരാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണെന്നാണ് പറഞ്ഞേൽപ്പിച്ചത്. എന്താ പറയാനുള്ളത് പറയാം. അപ്പോ എന്റെ മുഖം കാണുന്നത് പോലും ഇഷ്ടമില്ലാണ്ടായല്ലേ വല്യുഞ്ഞിന്? അതേ കല്യാണി, എനിക്ക് നിന്റെ മുഖത്ത് നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്റെ ചങ്ക് പറിച്ച് തന്നിട്ടും ഓരോരോ കള്ളക്കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി മറ്റൊരാളെ സ്വീകരിക്കാൻ നിൽക്കുന്ന പെണ്ണാ നീ. എനിക്ക് നിന്നെ കാണണ്ട. വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ ശബ്ദം കേൾക്കുന്നത് പോലും എനിക്ക് പറപ്പ ഉണ്ടാക്കുന്നത്. ദയവ് ചെയ്ത് നീ ഇവിടെ നിന്ന് പോയി തരണം. അതാ എനിക്കിപ്പോ ആവശ്യം. ദേവി, മഹാമായ, നീ കേട്ടില്ലേ വല്യുഞ്ഞി എന്താ പറഞ്ഞെന്ന്? കല്യാണിന്ന് ഒരു ദിവസം 100 വട്ടം വിളിക്കണ വല്യുഞ്ഞിന് ഇപ്പൊ എന്നെ കാണാൻ ഇഷ്ടമല്ലെന്നാ പറയണേ. എന്റെ ശബ്ദം കേൾക്കുന്നത് വെറുപ്പാണെന്ന് കേട്ടപ്പോ ഈ ചങ്ക് തകർന്നു പോയി. ഇതിലേക്ക് എന്ത് പാപോ ദേവി ഞാൻ ചെയ്ത്? എന്തിനാ എനിക്ക് ഇനി ഇങ്ങനെ ഒരു ജന്മം? വല്യുഞ്ഞി എന്നെ വെറുക്കാണെന്നൊക്കെ പറഞ്ഞ ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നണേ. എന്റെ ദേവി, എനിക്കറിയാലോ ഇന്ന് ഞാൻ ജീവിക്കുന്നത് എന്റെ വല്യുഞ്ഞിന് വേണ്ടിയാ. എന്റെ മാനവും ജീവനും കാത്ത ആളാ വല്യുഞ്ഞ്. ആദ്യമൊക്കെ എനിക്ക് വല്യുഞ്ഞ് ദൈവത്തിനെ പോലെയായിരുന്നു. പിന്നെ എപ്പോഴും അത് മാറി 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 വല്യുഞ്ഞിപ്പോ എന്റെ ജീവനായി മാറിക്കഴിഞ്ഞു.
മച്ചു കലക്കി. അങ്ങനെ ആനന്ദ് കല്യാണി പ്രണയം ശുഭപര്യവസായിയായി. കല്യാണി കരഞ്ഞോണ്ടാ പോയത്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ ബ്രോ, അത് ആനന്ദ കണ്ണീരാ. ഈ ഒരു സീനിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത്. അതെ, നാളെ മുതൽ ബ്രോയ്ക്ക് എപ്പോ വേണമെങ്കിലും കല്യാണി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാം. ഞങ്ങളുടെ കയറില്ല. ഇനി എനിക്ക് ഒരു ജോലിയോടി ബാക്കിയുണ്ട്. ആ ചന്ദ്രപ്രതാപനെ മുംബൈയിലേക്ക് പാക്ക് ചെയ്യണം. നമുക്കിതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാ. വാ. പൊയ്ക്കോ പൊയ്ക്കോ, സന്തോഷിച്ച് ഉല്ലസിച്ച് തന്നെ പൊയ്ക്കോ. അത് നമ്മുടെ സുജാതയല്ലേ? ഇവള് കൊള്ളാന്ന് പണ്ടേ തോന്നിയതാ. മുംബൈയിലേക്ക് കയറ്റി അയച്ചാൽ നല്ല കാശുറപ്പാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? സുജാതേ, ഗുഡ് ആഫ്റ്റർനൂൺ. സാറോ? സാറിന്റെ എവിടെ? ഉച്ചയ്ക്ക് ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ, പിന്നെ അല്പം മയങ്ങിപ്പോയി. അല്ല സുജാത ഭയൻ, നീ എന്തിനാ തൃച്ചംബരത്തിടന്ന് കഷ്ടപ്പെടുന്നേ? സാറ് മദ്യപിച്ചിട്ടുണ്ടല്ലേ? ചെറുതായിട്ട്. അത് വിട്. ഞാൻ പറഞ്ഞില്ലേ, നീ എന്റെ കൂടെ മുംബൈക്ക് പോരും. പിന്നെ ഇതുപോലെ സബ്ജി ഒന്നും വാങ്ങിച്ച് കഷ്ടപ്പെടണ്ട. പട്ടുമേത്തേ കിടന്ന് ഇഷ്ടം പോലെ ഉറക്കം, നല്ല ബെസ്റ്റ് ഭക്ഷണം. എന്താ, പോരുന്നോ? ഇല്ല സാർ, എനിക്ക് ആ തൃച്ചംബരത്തെ ജോലി മതി. ഞാൻ പോകുന്നു. മജ്ജാവോ ബഹൻ, അങ്ങനങ്ങ് പോവല്ലേ. നിക്ക് പറയട്ടെ. നോക്ക്, നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിന്നെ വൈകാതെ ചന്ദ്രൻ മുംബൈയിൽ എത്തിച്ചിരിക്കും. നിന്നെ കണ്ട അന്ന് ഞാനത് തീരുമാനിച്ചതാ. സാറിന്റെ കൈവിട്. വിടാൻ. അത് വിട്. ചന്ദ്രനൊരു തൊട്ടാലൊട്ടിയാ, തൊട്ടാവാടിയല്ല. തൊട്ടാലൊട്ടിപ്പിടിക്കുമെന്നർത്ഥം. മുംബൈയിലൊരു ചൊല്ലുണ്ട്, ഈ ചന്ദ്രന്റെ കണ്ണിലൊരു പെണ്ണ് പെട്ടാ അവക്ക് പിന്നെ ശുക്രനാണെന്ന്. നിനക്കും ഇപ്പൊ ശുക്രദശയാ. നിന്നെ ഞാൻ കൊണ്ടുപോടി. എന്നെ വിട്. വിടാൻ. മര്യാദക്ക് ഞാൻ പറയുന്ന കേക്ക് സുജാതായി. നീ കിടന്ന് പിടയ്ക്കാതെ അടങ്ങ്. പറയുന്നത് അനുസരിക്കടി. പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിക്കടി. നിക്കടി അവിടെ. ഓടിവാ വേഗം. കിടന്ന് ബലം പിടിക്കാതടി. ഒട്ടപ്പകൽ സ്ത്രീകളെ കയറി പിടിക്കുന്നോടാ റാസ്കൽ. ചൂടാവല്ലേ ഭായ്, ഇതെനിക്ക് അറിയാവുന്ന കുട്ടിയാ. അറിയാമെങ്കിൽ പിന്നെ എന്തിനാ അവള് കരയുന്നേ? അടിച്ചു കൊല്ലടാ അവനെ. കൊല്ലണോ?